ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഗസ്റ്റ് മാസം സ്റ്റോക്ക് മാർക്കറ്റിൽ മെയിൻ ബോർഡ് IPOയുമായി വന്ന് ലിസ്റ്റ് ചെയ്ത 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഈ സ്റ്റോക്കുകളുടെ ബിസിനസ്സും അതിൻ്റെ സാധ്യതകളും എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2024 ഓഗസ്റ്റ് 1 മുതൽ ഈ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ 8 സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓഗസ്റ്റ് 6 ലിസ്റ്റ് ചെയ്ത അക്കുംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫാർമ കമ്പനിയാണ് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ IPO. അതിൻ്റെ IPO പ്രൈസ് 679 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 796 എന്ന പ്രൈസിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ലിസ്റ്റിങ്ങിലൂടെ 17% ഒരു ഗെയിന് ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചു. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 863 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. 27% ഒരു മൊത്തത്തിലുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള IPO ലിസ്റ്റിംഗ് വൻ വിജയമായ ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് അഗുംസ് എന്ന് പറയുന്ന സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2004 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സും അതിൻ്റെ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ് അഗുംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 13,600 കോടിയാണെന്ന് കാണാം. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ഡെറ്റ് പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 565 എന്നുള്ള ഡെറ്റാണ് നമ്മൾ ഈ കമ്പനിയിൽ കാണുന്നത്. എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട റിസർവും കമ്പനിക്ക് കാണാൻ കഴിയും. 681 റിസർവും കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ ഒന്നിൽ താഴെയാണ് ഡെറ്റ് കിട്ടിയ റേഷ്യോ. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും വളരെ മെച്ചപ്പെട്ട റിസൾട്ടായിരുന്നു. 5% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 132% പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 7% ഗ്രോത്തും 255% പ്രോഫിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ക്വാർട്ടർലി റിസൾട്ട് ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളൊരു ലോങ് ടേം ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. FY 2022 ഇത് ഒരു ലോസ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. അതുപോലെ ഈ FY 24 ആ പെർഫോമൻസിൽ ഒരു ഇടിവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് ശേഷം 1176 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് അത് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 863 എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഹൈയിൽ നിന്ന് 26% ഒരു കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ ക്വാർട്ടർലി പെർഫോമൻസും അതുപോലെ ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു കറക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയേക്കാം. പക്ഷേ ഇതൊരു കൺസിസ്റ്റന്റ് പെർഫോമർ അല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത 1-2 ക്വാർട്ടറുകൾ കൂടി വാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഫ്രഷ് എൻട്രി എടുക്കാനുള്ള അവസരമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അടുത്ത സ്റ്റോക്ക് സീഗൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി ഓഗസ്റ്റ് 8 അതിൻ്റെ IPO ലിസ്റ്റിംഗ് നടന്നത്. അപ്പോൾ IPO പ്രൈസ് 401 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 386 എന്നുള്ള ഒരു ലോസിലാണ് ലിസ്റ്റ് ചെയ്തത്. -3.73% ഒരു ലോസ് ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടായി. ഇപ്പോൾ കറണ്ട് പ്രൈസ് നമ്മൾ കാണുന്നത് പക്ഷേ 393 ആണ്. അപ്പോൾ അവിടെ ആ ഒരു ലോസ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. -1.82% ഒരു ലോസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ ഒന്നും ലിസ്റ്റിങ്ങിലൂടെ നൽകാൻ കഴിയാത്ത ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് സീഗൽ ഇന്ത്യ കാണാൻ കഴിയുന്നത്. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതുപോലെ എലവേറ്റഡ് റോഡ്സ്, ഫ്ലൈ ഓവേഴ്സ്, ബ്രിഡ്ജസ്, റെയിൽവേ ഓവർപാസ്, ടണൽസ്, ഹൈവേസ്, എക്സ്പ്രസ് വേസ്, അതുപോലെ റൺവേസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 6,865 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡെറ്റ് ഏകദേശം 1,066 കോടിയോളം ഡെറ്റ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റിസർവ്സ് 809 മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ ഡെറ്റ് പൊസിഷൻ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 26% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 76% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ ഒരു ഡിപ്പ് നമുക്ക് കാണാൻ കഴിയും 12.8%. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും 28% ഡിപ്പ് ഉണ്ട്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ 4 വർഷം നോക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഗ്രോത്ത് ഏതായാലും സെയിൽസിലും പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 425 രൂപ വരെ ഇതിൻ്റെ ഹൈ എത്തിയിരുന്നു. അവിടെ നിന്നാണ് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് 7% കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ക്വാർട്ടർ റിസൾട്ടുകൾ കൂടി വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു എൻട്രിയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. കൂടാതെ ഇപ്പോൾ കമ്പനിയുടെ ബോറോയിങ്സ്, അതിൻ്റെ കടം അടുത്ത ക്വാർട്ടറിൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്നും കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് മാത്രമേ ഈ സ്റ്റോക്കിൽ ഒരു എൻട്രിയെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ് പറയാനുള്ളത്.
നമ്മൾ അടുത്ത സ്റ്റോക്ക് ഓഗസ്റ്റ് 9 ലിസ്റ്റ് ചെയ്ത ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇതിന്റെ ഇഷ്യൂ പ്രൈസ് 76 രൂപ മാത്രമായിരുന്നു. വളരെ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ വമ്പിച്ച ഒരു ബൈങ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കമ്പനിയുടെ ലിസ്റ്റിംഗ് ഡേ പ്രൈസ് 91 രൂപയായിരുന്നു. അതായത് 19% ഒരു ഗെയിൻ നേടുകയുണ്ടായി. അതുപോലെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 117.99 എന്ന് കാണാം. അതായത് ഏകദേശം 55% ഒരു ഗെയിൻ ആണ് ഇൻവെസ്റ്റേഴ്സിന് IPO കിട്ടിയിട്ടുള്ള ഒരാൾക്ക് ഈ സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഒല ഇലക്ട്രിക് എന്ന് പറയുന്നത് വളരെയധികം എല്ലാവർക്കും സുപരിചിതമായ ഒരു കമ്പനിയാണ്. കാരണം ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണം കൂടാതെ അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ബാറ്ററി പാക്സും മോട്ടോഴ്സും വെഹിക്കിൾ ഫ്രെയിംസും ഒക്കെ നിർമ്മിക്കുന്ന ഫ്യൂച്ചർ ഫാക്ടറി ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒല ഇലക്ട്രിക് മൊബിലിറ്റി. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 52,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ് ഇത്. കമ്പനിയിൽ നമുക്ക് വളരെയധികം കൺസേൺ ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ഡെറ്റാണ്. കാരണം ഇതിൻ്റെ ബോറോയിങ്സ് 5,684 കോടിയോളം ബോറോയിങ്സ് ഈ കമ്പനിയിലുണ്ട്. കമ്പനിയുടെ റിസർവ് ആണെങ്കിൽ മൈനസ് ആണ്. 2,909 എന്ന മൈനസ് ഫിഗറാണ് കാണാൻ കഴിയുക. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ കാര്യമായിട്ടുള്ള ക്യാഷ് റിസർവ്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഡെറ്റിലാണ് ഈ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 32% വർധനമുണ്ട്. പക്ഷേ പ്രോഫിറ്റ് 22% മൈനസ് ഫിഗറാണ് കാണാൻ കഴിയുക. കാരണം നമുക്കറിയാം ഈ ഡെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വൻതോതിലുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇവർക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റിൽ വരാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 2.8% ഒരു വർധനമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 16% വർധനവും കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു 4 വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല ഈ ലോസ് ഓരോ വർഷവും കൂടി വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ പക്ഷേ 158 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് 25% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മൾ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ അകന്നു നിൽക്കേണ്ട ഒരു സ്റ്റോക്കാണിത്. കാരണം ഇതിൻ്റെ ഡെറ്റ് കുറഞ്ഞുകൊണ്ട് ഒരു പ്രോഫിറ്റിലേക്ക് ഈ സ്റ്റോക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ഒല ഇലക്ട്രിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത സ്റ്റോക്ക് ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓഗസ്റ്റ് 13 ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. ഇഷ്യൂ പ്രൈസ് അപ്പോൾ 465 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ 678 ഒരു വമ്പിച്ച മുന്നേറ്റം ഈ സ്റ്റോക്ക് നൽകി. 45% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകി. ഇപ്പോൾ കറണ്ട് പ്രൈസ് 641. അത് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 37% ഒരു പ്രോഫിറ്റ് അവർ നേടിയിട്ടുണ്ടാവും. ഈ കമ്പനി 2010 ഫോം ചെയ്ത ഒരു കമ്പനിയാണ്. മദേഴ്സിൻ്റെയും ബേബീസ് അതുപോലെ കിഡ്സിൻ്റെയും ഒക്കെ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഈ കമ്പനി അതിൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 33,256 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. ഈ കമ്പനിക്കും 1,430 കോടിയുടെ ഒരു ഡെറ്റ് ഉണ്ടെങ്കിലും 3,082 കോടിയുടെ റിസർവ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഡെറ്റ് ഒരു അപകടകരമായ അവസ്ഥയിലല്ല. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5 താഴെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 17% വർധനവ് കാണാൻ കഴിയും. പ്രോഫിറ്റിൽ 46% വർധനവ് ഇതിലുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് ചെറിയ ഇടിവാണ് കാണുന്നത്. പ്രോഫിറ്റിലും -75% ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു ലോങ് ടേം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ കമ്പനി നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഹൈ 708 വരെ പോയിട്ടുണ്ട് IPOക്ക് ശേഷം. ഏകദേശം 10% കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും ഈ സ്റ്റോക്ക് ഇനിയും താഴോട്ടേക്ക് വരേണ്ടതുണ്ട് എന്നാണ് ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ് വെച്ചിട്ട് പറയാനുള്ളത്. അടുത്ത സ്റ്റോക്ക് നമുക്ക് കാണുന്നത് യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഓഗസ്റ്റ് 13 ലിസ്റ്റ് ചെയ്തത്. അന്ന് ഇഷ്യൂ പ്രൈസ് 108 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേ അത് 210 എന്നുള്ള വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അതായത് ഏകദേശം 100%, 94.49% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള വമ്പിച്ച ഒരു IPO ആയിരുന്നു ഇത്. അതുപോലെ ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് 219 എന്ന ലെവലിലാണ്. ആ ഒരു ലിസ്റ്റിംഗ് ഡേയിനേക്കാളും മുന്നേറിയതായിട്ട് കാണാം. ഏകദേശം 103% മുന്നേറ്റം മൊത്തത്തിൽ ഈ സ്റ്റോക്ക് നേടിയതായിട്ട് കാണാം. ഇപ്പോൾ 2012 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ ഒരു കമ്പനി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേഷൻസ്, അതുപോലെ ബ്രാൻഡ് സെല്ലേഴ്സ്, അതുപോലെ ലോജിസ്റ്റിക് പ്രൊവൈഡ്, ഇവർക്കൊക്കെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അവരുടെ ഓപ്പറേഷൻസ് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായിട്ടാണ് നമുക്ക് യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസ് കാണാൻ കഴിയുക. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2,246 കോടിയുള്ള ഒരു ചെറിയൊരു കമ്പനിയാണ്.
അപ്പോൾ ഇതിൻ്റെ ബോറോയിങ്സ് 8 കോടി മാത്രമേ ഉള്ളൂ. റിസർവ് പക്ഷേ 63 കോടിയുണ്ട്. അത് 0.11% ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു സീറോ ഡെറ്റ് കമ്പനി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും നല്ലൊരു റിസൾട്ടാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് പ്രോഫിറ്റും അതുപോലെ സെയിൽസും വർദ്ധിച്ചു വരുന്ന ഒരു കമ്പനിയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ IPO ലിസ്റ്റിങ്ങിന് ശേഷം 264 എന്നുള്ള ഹൈ പോയതിന് ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഏകദേശം 16% കറക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ PE കുറച്ച് ഹൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്കിത് കണക്കാക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഡിപ്പ് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായും നല്ലൊരു സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ ബിസിനസ് മോഡൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് സരസ്വതി സാരി ഡിപ്പോ ലിമിറ്റഡ് ആണ്. ഇത് ഓഗസ്റ്റ് 20 മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. അതിൻ്റെ IPO പ്രൈസ് 160 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 30% ഒരു ഗെയിൻ നേടിക്കൊണ്ട് 209 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് വമ്പിച്ച തോതിലുള്ള ഒരു സെൽ ഓഫ് നടക്കുകയും കറണ്ട് പ്രൈസ് ഇപ്പോൾ 157 എന്ന ലെവലിൽ എത്തിയതായിട്ടും കാണാം. അപ്പോൾ IPO സമയത്ത് ഇത് ഹോൾഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സെൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ലോസിലായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പനി 1996 ഫോം ചെയ്ത പ്രത്യേകിച്ച് വുമൻസ് അപ്പാരൽസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ മാനുഫാക്ചറിങ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിയാണിത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 626 കോടി മാത്രമുള്ള ഇതൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡെറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 43 കോടിയുടെ ഡെറ്റും 32 കോടിയുടെ റിസർവാണ് കാണുന്നത്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത്ര നല്ല ഒരു അവസ്ഥയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയില്ല. അതുകൂടാതെ ഈ കമ്പനിയുടെ കഴിഞ്ഞ പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള ലോങ് ആയിട്ടുള്ള റിസൾട്ടുകളൊന്നും നമ്മുടെ കയ്യിലില്ല. കഴിഞ്ഞ 3 വർഷത്തെ ഒരു ഡാറ്റ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്പനി വലിയ തോതിലുള്ള ഒരു ഗ്രോത്ത് ഒന്നും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഈ കമ്പനി അതിൻ്റെ IPOക്ക് ശേഷം 219 എന്നുള്ള ഹൈയിലേക്ക് പോയതിന് ശേഷം പിന്നീട് വൻതോതിൽ കറക്റ്റ് ആയിട്ട് ഏകദേശം 27% ഫോള് ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് ഇന്റർ ആർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഓഗസ്റ്റ് 26 ലിസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് 900 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ അത് 1195 വരെ 32% ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകുകയുണ്ടായി. ഇപ്പോൾ കറണ്ട് പ്രൈസ് നമ്മൾ കാണുന്ന 1171 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 30% ഒരു ഗെയിൻ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള ഒരു IPO ആയിരുന്നു ഇന്റർ ആർക്ക് ബിൽഡിംഗ് ലിമിറ്റഡിൻ്റെ IPO. അപ്പോൾ ഈ കമ്പനി 1983 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഈ പ്രീ എൻജിനീയർഡ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1951 കോടിയുള്ള ഒരു ചെറിയ കമ്പനിയാണ്. 13 കോടിയുടെ ഡെറ്റാണ് ഈ കമ്പനിക്കുള്ളത്. എന്നാൽ 430 കോടിയുടെ റിസർവ് ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറ്റ് ഒരു അപകടകരമായ അവസ്ഥയിലൊന്നും ഈ കമ്പനിയിലില്ല. പക്ഷേ നമുക്ക് ക്വാർട്ടർലി റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനുള്ള ഡാറ്റകൾ അവൈലബിൾ അല്ല. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഓരോ വർഷവും സെയിൽസും ഓരോ വർഷവും പ്രോഫിറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1316 രൂപ വരെ IPOക്ക് ശേഷം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയിരുന്നു. ഇപ്പോൾ പക്ഷേ കറക്റ്റ് ചെയ്തുകൊണ്ട് 10% ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൂം അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇപ്പോഴും ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ മാസം ഏറ്റവും അവസാനം ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കായിട്ടുള്ള ഓറിയൻറ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് നമ്മൾ അടുത്ത സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് ഓഗസ്റ്റ് 28 ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് 206 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 304 എന്നുള്ള വമ്പിച്ച ഒരു ഗെയിൻ ഈ സ്റ്റോക്ക് നൽകി. ഏകദേശം 47% ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗ് ഗെയിനായിട്ട് നേടിക്കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് 335. അതായത് അവിടെ നിന്ന് പിന്നെയും ഈ സ്റ്റോക്ക് മുന്നോട്ട് പോയിട്ട് 62% ഒരു മുന്നേറ്റം ടോട്ടലായിട്ട് നൽകിയതായിട്ട് കാണാം. ഈ കമ്പനി 1997 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഇത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ ഇടപെടുന്ന ബിസിനസ്സുകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള IT പ്രോഡക്ട്സുകളും അതിൻ്റെ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായിട്ടാണ് നമുക്ക് ഈ കമ്പനി കാണാൻ കഴിയുക. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1358 കോടിയുള്ള ഒരു ചെറിയ കമ്പനിയാണ്. 11 കോടിയുടെ ഒരു കടം ഈ കമ്പനിക്ക് ഉണ്ടെങ്കിൽ 139 കോടിയുടെ റിസർവ് ഉണ്ട്.
അതുകൊണ്ട് കടം തീരെ ഇല്ലാത്ത ഒരു സീറോ ഡെറ്റ് കമ്പനിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. എന്നാൽ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് അതിൻ്റെ ഡാറ്റ ഇതിൽ അവൈലബിൾ അല്ല. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇവിടെ പരാമർശിച്ച എല്ലാ സ്റ്റോക്കുകളെക്കാട്ടും ഏറ്റവും നന്നായിട്ടുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക. 336 എന്നുള്ള ഹൈ IPOക്ക് ശേഷം ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പക്ഷേ താഴോട്ടേക്ക് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അപ്പർ സർക്യൂട്ടിലാണ് സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ആ അപ്പർ സർക്യൂട്ട് ക്ലോസിലാണ് ഇത് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും മുന്നോട്ടേക്ക് ഈ സ്റ്റോക്ക് പോയേക്കാം. അപ്പോൾ ഈ ഒരു വമ്പിച്ച ബൈങ് ഈ സ്റ്റോക്കിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസ് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസ് നടത്തുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച 8 സ്റ്റോക്കുകൾ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.